ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ടല്ലേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നാണ് കേട്ടോ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം എന്നാന്നുള്ളത് ഞാൻ വഴിയേ പറയാം. നാളെ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം. പോയിട്ട് വന്നിട്ട് ചിലപ്പോൾ ഒരു സ്കാനിങ് ഒക്കെ വേണ്ടി വരുമായിരിക്കും. കാര്യം എന്നാന്നുള്ളത് പറയാവേ. ഇപ്പോൾ കോളേജിലോട്ട് പോവുകയാണ്. ഇന്ന് എക്സാം ഉണ്ട്. പോയിട്ട് വരട്ടെ. ഇന്നിപ്പോൾ അത്യാവശ്യം വെയിലാണ് കേട്ടോ. ഇല്ല ഇല്ല, ഞാൻ എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ദേ വീട്ടിലെത്തിയിട്ടോ. അപ്പം എന്നാന്ന് വെച്ചാൽ ഇന്നൊരു അനുഭവം ഉണ്ടായിട്ടോ. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നും അനുഭവങ്ങളാണല്ലോ എന്ന് ഓർക്കും. അപ്പോൾ ഇന്നത്തെ എന്നാന്ന് വെച്ചാൽ എന്നാ അമ്മ വന്നില്ല, വൈകിട്ടേ വരുള്ളൂ. എന്നാ അടുത്തുള്ളൊരു ചേച്ചിയാണ്. ആ ചേച്ചി ആക്രിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ചേച്ചിയാണേ. അപ്പോൾ ആ ചേച്ചിയുടെ ഇവിടെ നമ്മുടെ പഴയ TV ഇരിപ്പുണ്ട് 2 അപ്പോൾ അതൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാൽ, ഇന്നത്തെ എക്സാമിൻ്റെ വിശേഷങ്ങളെന്നൊക്കെ പറയാൻ, ഇന്നത്തെ എക്സാമൊക്കെ എളുപ്പമായിരുന്നു കേട്ടോ. നമ്മൾ നല്ല രീതിക്ക് തന്നെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വെയിറ്റ് ചെയ്ത് 2 ബസ് പ്രിയദർശിനി കടന്നു പോയി കേട്ടോ. ആ 2 ബസ്സിൽ ആൾക്കാർ കുറവായിരുന്നു. ഇപ്പോൾ പ്രിയദർശിനി ആയിരുന്നു ഫ്രീ ആണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ നിർത്തിയല്ല കേട്ടോ. നമുക്ക് അത്രയൊരു അത്യാവശ്യം എങ്ങോട്ടെങ്കിലും പോകാനാണെങ്കിൽ നമ്മൾ വരുമ്പോൾ കയറുമല്ലോ, ഈ ബസ് വരുമ്പോൾ കയറാൻ വേണ്ടി കൈ നീട്ടുമല്ലോ. കൈ നീട്ടി കഴിഞ്ഞാൽ ഇവർ നിർത്തത്തില്ല കേട്ടോ. അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണത്. കാരണം നമുക്ക് എങ്ങോട്ടെങ്കിലും അർജൻറ്റായിട്ട് പോകേണ്ട ഒരു സമയമായിരിക്കും. അപ്പോഴത്തേനും വരുന്ന ബസ് അത് പ്രിയദർശിനിയാണോ അല്ലെങ്കിൽ വേറെ ഏത് ബസ്സാണോ എന്ന് നമ്മൾ നോക്കുമോ? ഇല്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ കൈ നീട്ടിയപ്പോൾ പല ബസ്സുകളും നിർത്താതെ പോയി കേട്ടോ. കാരണം ഒരു നല്ലൊരു ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ അതൊരു ഫ്രീ സർവീസ് അല്ലാതെ ഒരു ഇതായിരുന്നെങ്കിൽ അവർ KSRTCക്കാർ ഉറപ്പായിട്ട്, അത് സ്റ്റോപ്പുള്ള സ്ഥലമാണേ, നിർത്താതെ അവർ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കിട്ടുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഈ പല ബസ്സുകളും അങ്ങനെ ഇപ്പം നിർത്താതെ പോകുന്നുണ്ട്. അപ്പം എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്നാന്നൊക്കെ കമൻറ്റുകളിൽ പറയാം കേട്ടോ. കാരണം എനിക്കതൊരു നല്ല ഇടപാടായിട്ട് തോന്നിയില്ല. കാരണം സൗജന്യം ആയതുകൊണ്ട് നിർത്താതെ പോകുമെന്ന് പറയുന്നത് അത് നല്ല കാര്യമല്ലല്ലോ. പക്ഷേ ആ സ്ഥാനത്ത് ഒരു ആണുങ്ങളെ കൈ നീട്ടിയെങ്കിൽ അവർ നിർത്താതെ പോകും. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. 2 പേര് കൈ നീട്ടിയിട്ട് വണ്ടി നിർത്തിയില്ല, വിട്ടടിച്ച് പോയത് 2 ബസ്. പിന്നെ അവസാനം പ്രൈവറ്റ് ബസ് വന്ന് പ്രൈവറ്റ് ബസ്സിന് കയറി ഞങ്ങളിങ്ങ് പോരുക ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അതൊന്ന് നിങ്ങളോട് പറയണം തോന്നി കേട്ടോ. അതാണ് ഇങ്ങനെ വീഡിയോ എടുത്തതേ. അപ്പം നമുക്കിന്ന് ആശുപത്രിയിലൊന്ന് പോകണം. നാളെ ആയിരിക്കും പോകുന്നത്. നാളെയാണ് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ എനിക്ക് പീരീഡൊക്കെ ആകുമ്പോഴത്തേനും ബ്ലീഡിങ് ഒക്കെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ അൺസൈക്കബിൾ പെയിനാണ്. അപ്പം അതൊക്കെ എന്നാന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പിന്നത്തേക്കായിട്ട് മാറ്റി വെക്കരുത്. കാരണം ഇപ്പം നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് അത് നിസ്സാരമായി വരണമെന്നില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം എന്നെല്ലാവരും പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നാളെ പോവുകയാണ്. ഡോക്ടറെ കാണുന്ന വിശേഷങ്ങളൊക്കെ നാളെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എടുക്കാവേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആണ്. രാവിലെ ഞാൻ പോകുന്നതും ഇപ്പോൾ ഈ പറയുന്നതും ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇപ്പോൾ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇന്ന് ലാസ്റ്റ് എക്സാം എന്ന് പറയാൻ, തിയറി എക്സാം ലാസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ ഒരു പ്രാക്ടിക്കലും കൂടെ ഉണ്ട്. അതോടുകൂടി എക്സാം എല്ലാം കഴിയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്താലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എന്നാ വലിയ മുടക്കൊന്നും ഇല്ലല്ലോ, അങ്ങ് ഞെക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ്. അതും കൂടെ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യുവാണ്. പിറ്റേ ദിവസം ഈ സ്കാനിങ്ങിനൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. ബസ്സിനാണ് കേട്ടോ പോയത്. അപ്പോൾ KSRTCക്കായിരുന്നു പോയത്. ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് വണ്ടി എടുത്തില്ല. KSRTCക്കാണ് പോയത്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ എത്തി. അപ്പം കാണണമെന്ന് വിചാരിച്ച ഡോക്ടറെ അല്ല കേട്ടോ കണ്ടത്. പക്ഷേ ഡോക്ടറെ സ്കാനിങ്ങിനൊക്കെ എഴുതി തന്നു. എൻ്റെ പെയിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ടേസ്റ്റ് പറയാൻ വെച്ച് ചോറിനുമാണ് കേട്ടോ. ഞാനൊരു ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇത് ഞങ്ങൾ DDRC വന്നിരുന്നു കേട്ടോ.
സ്കാനിങ് പറഞ്ഞിരുന്നത് 2:30-ക്കാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. വൈൻഡ് വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു വൈൻഡ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഇത് പിറ്റേ ദിവസമാണ്. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞ റിസൾട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ടില്ല. റിസൾട്ട് കൊണ്ട് കാണിക്കണം. ഡോക്ടർ എന്നെ പറയുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്താ വേറെ എന്താ പറയാനുള്ളത്? അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റിൻ്റെ ഓർക്ക് ക്ഷീണമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. എൻ്റെ മുഖം കണ്ട കരഞ്ഞ പോലെയൊക്കെ തോന്നൂലേ? പക്ഷെ കരഞ്ഞൊന്നുമില്ല കേട്ടോ, ഉറങ്ങി എഴുന്നേറ്റതാണേ. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പറയുക, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.